റഷ്യ യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്കെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള 20 സമാധാന പദ്ധതിയിന്മേൽ വ്ളാഡിമിർ സെലൻസ്കിയുമായി നടന്ന ചർച്ചയിൽ മികച്ച പുരോഗതിയെന്നും ട്രംപ് പറയുന്നുണ്ട്. പുടിനുമായി ഫോണിൽ സംസാരിച്ചെന്നും റഷ്യ യുക്രൈൻ യുദ്ധം ഉടൻ അവസാനിക്കുമെന്നും ട്രംപ് പറഞ്ഞു. സെലൻസ്കിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായാണ് ട്രംപും പുടിനും തമ്മിൽ ഫോണിൽ ചർച്ച നടത്തിയത്. ലോർഡയിലെ മാർ-എ-ലഗോയിലുമായിരുന്നു സെലൻസ്കിയുമായുള്ള ട്രംപിന്റെ കൂടിക്കാഴ്ച. ചർച്ചകളിൽ 90% സ്വീകാര്യതയാണെന്ന് സെലൻസ്കി ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 15 വർഷത്തെ അമേരിക്കൻ സുരക്ഷ യുക്രൈൻ ഉറപ്പാക്കുമെന്നാണ് പദ്ധതിയിലെ നിർദ്ദേശങ്ങളിലൊന്ന്. മാത്രമല്ല, ഭാവിയിലും റഷ്യൻ ആക്രമണങ്ങൾ തടയുന്ന ദീർഘകാല ഉടമ്പടിയാണ് ഇപ്പോൾ യുക്രൈൻ ലക്ഷ്യമിടുന്നത്. ഡോൺബാസ് മേഖലയുടെ പുനർനിർമ്മാണം, പ്രാദേശിക നിയന്ത്രണം, സപ്പോരിസ്യ ആണവ പ്ലാന്റ് തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ച നടന്നതായാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. ഡോൺബാസിൽ സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. സങ്കീർണമായ വിഷയങ്ങളിൽ ചർച്ച മികച്ച രീതിയിൽ പുരോഗമിക്കുന്നതായും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. തുടർന്നുള്ള നടപടിക്രമങ്ങളെപ്പറ്റിയും ചർച്ച ചെയ്തിട്ടുണ്ട്. ശാശ്വതമായ സമാധാനം കൈവരിക്കുന്നതിന് സുരക്ഷാ ഉറപ്പുകൾ അത് നിർണായകമാണ്. മാത്രമല്ല, ചർച്ചകളുമായി തുടർന്നും സഹകരിക്കുമെന്നും സെലൻസ്കി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട്. ചർച്ച ചെയ്ത വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിനായി യുക്രൈൻ US പ്രതിനിധികൾ അടുത്തയാഴ്ച യോഗം ചേരുമെന്നും സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. ജനുവരിയിൽ വാഷിംഗ്ടണിൽ യുക്രൈൻ യൂറോപ്യൻ നേതാക്കൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ട്രംപ് സമ്മതിച്ചിട്ടുണ്ടെന്നും സെലൻസ്കി ഇതിനോടകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മറ്റൊന്ന്, ബംഗ്ലാദേശിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ബംഗ്ലാദേശ് വിദ്യാർത്ഥി പ്രക്ഷോഭ നേതാവ് ഷരീഫ് ഒസ്മാൻ ഹാദിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രധാന പ്രതികൾ ഇന്ത്യയിലേക്ക് കടന്നതായൊരു സൂചന ലഭിക്കുന്നുണ്ട്. ഇന്ത്യയിലേക്ക് കടന്നുവെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട് ധാക്ക പോലീസ്. കേസിലെ പ്രധാന പ്രതികളായ ഫൈസൽ കരീം മസൂസ്, അലംഗീർ ഷെയ്ഖ് എന്നിവർ ഇന്ത്യയിലേക്ക് കടന്നതായാണ് ഇപ്പോൾ ധാക്ക പോലീസ് പറയുന്നത്. അത് മേഘാലയയിലെ ഹാലൂഘട്ട് അതിർത്തി വഴിയാണ് പ്രതികൾ കടന്നതെന്നാണ് ഇപ്പോൾ പോലീസിന്റെ വാദം. ഇവിടെ ഈ പ്രതികൾക്ക് രാജ്യം വിടാൻ ചില പ്രാദേശിക സഹായങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട്. ആ ഒരു വിവരം അഡീഷണൽ കമ്മീഷണർ SN നസറുൽ ഇസ്ലാം ഇതിനോടകം സ്ഥിരീകരിക്കുന്നുണ്ട്. പൂർത്തി, സാമി എന്നീ പേരുകളിലുള്ള 2 പേരുടെ സഹായത്തോടെയാണ് ഇരുവരും ഇപ്പോൾ അതിർത്തി കടന്നിരിക്കുന്നത്. അത് മേഘാലയയിലെ ടുറാസിറ്റിയിലെത്തിയതെന്ന ഇരുവരും അതിർത്തി കടന്ന് മേഘാലയയിലെ ടുറാസിറ്റിയിൽ എത്തിയിട്ടുണ്ടെന്നും ഒരു വിവരമുണ്ട്. ഇവരെ അതിർത്തി കടക്കാൻ സഹായിച്ച 2 പേരും ഇന്ത്യൻ പോലീസിന്റെ പിടിയിലായെന്നും ധാക്ക കമ്മീഷണർ ആരോപിച്ചു. എന്നാൽ ആരോപണങ്ങൾ നിഷേധിച്ച ഇന്ത്യ ഇതിനോടകം രംഗത്തെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശുമായി ഒരുവിധ ആശയവിനിമയവും നടന്നിട്ടില്ലെന്ന് മേഘാലയ പോലീസ് അറിയിക്കുന്നുണ്ട്. ഗാരോ ഹിൽസിൽ ബംഗ്ലാദേശ് പോലീസ് ആരോപിക്കുന്ന ആരും എത്തിയതായും വിവരമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഇന്റലിജൻസ് വിവരവും ലഭിച്ചിട്ടില്ലെന്നും മേഘാലയ പോലീസും കേന്ദ്ര സർക്കാർ വൃത്തങ്ങളും ഇതിനോടകം അറിയിക്കുന്നുണ്ട്.